കൊല്ലപ്പെടുന്നവർക്കാണ് കൊല്ലുന്നവരെക്കാൾ ദീർഘായുസ്. അവർ പിന്നെയും പിന്നെയും ഉയർത്തെഴുന്നേറ്റുകൊണ്ടിരിക്കും. ഇന്ത്യ കണ്ട ധീര വനിതയായ ഗൗരി ലങ്കേഷിന്റെ ജീവചരിത്രത്തിൽ അവരെ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. അതെ, 2017 സെപ്റ്റംബർ 5-നായിരുന്നു രാജ്യത്തെ ഞെട്ടിച്ച ആ കൊലപാതകം നടന്നത്. ആക്ടിവിസ്റ്റും മാധ്യമപ്രവർത്തകയുമായ ഗൗരി ലങ്കേഷിനെ വെസ്റ്റ് ബംഗളൂരുവിലെ രാജരാജേശ്വരി നഗറിലെ വീടിന് മുമ്പിൽ വെച്ചാണ് മോട്ടോർ സൈക്കിളിലെത്തിയ 2 പേർ വെടിവെച്ചത്. 2 വെടിയുണ്ടകൾ അവരുടെ നെഞ്ചിലും മറ്റൊന്ന് പിൻവശത്തും കൊണ്ടു. ഗൗരി ലങ്കേഷിന്റെ കൊലപാതകം വ്യാപകമായ പ്രതിഷേധത്തിനാണ് അന്ന് വഴിവെച്ചത്. ഇപ്പോൾ ഇതാ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളായ 3 പേർക്ക് ജാമ്യം അനുവദിച്ച് കർണാടക ഹൈക്കോടതി. കലബുർഗി ബെഞ്ചിലെ ജസ്റ്റിസ് എസ് വിശ്വജിത് ഷെഡ്ഡിയാണ് പ്രതികളായ അമിത് ദിഗ്വക്കർ, KT നവീൻ കുമാർ, HL സുരേഷ് എന്നിവർക്ക് ജാമ്യം അനുവദിച്ചത്. വിചാരണ വൈകുന്നതിന്റെ പേരിൽ 2023 ഡിസംബറിൽ ഹൈക്കോടതി ജാമ്യം അനുവദിച്ച സഹപ്രതി മോഹൻ നായക്കിന്റെ കേസ് ചൂണ്ടിക്കാട്ടിയാണ് 3 പ്രതികളും ജാമ്യത്തിന് അപേക്ഷിച്ചത്. കുറ്റപത്രത്തിൽ ആകെ 527 സാക്ഷികളുണ്ടെന്നും എന്നാൽ 90 പേരെ മാത്രമേ അന്ന് വിസ്തരിച്ചിരുന്നുള്ളൂ എന്നും ചൂണ്ടിക്കാട്ടിയാണ് വിചാരണ പൂർത്തിയാക്കാൻ വൈകിയതിന്റെ പേരിൽ നായക് ജാമ്യം തേടിയിരുന്നത്. ആക്ടിവിസ്റ്റും പണ്ഡിതനുമായ MM കലബുർഗിയുടെ കൊലപാതകത്തിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിയ ഹൈക്കോടതിയുടെ ധർവാഡ് ബെഞ്ചിന്റെ ഉത്തരവ് ചൂണ്ടിക്കാട്ടി സംസ്ഥാനം ജാമ്യാപേക്ഷയെ എതിർത്തു. 2017 സെപ്റ്റംബർ 5-ന് ജോലി കഴിഞ്ഞ് മടങ്ങിയ ഗൗരിയെ വെസ്റ്റ് ബംഗളൂരുവിലെ രാജരാജേശ്വരി നഗറിലെ വീടിന് മുമ്പിൽ വെച്ചാണ് മോട്ടോർ സൈക്കിളിലെത്തിയ 2 പേർ വെടിവെച്ചത്. ഒരു വർഷം കൊണ്ട് തന്നെ പ്രത്യേക അന്വേഷണ സംഘം കേസിലെ 17 പ്രതികളെയും പിടികൂടി. എന്നാൽ കൊലപാതകം നടന്ന് 7 വർഷം പിന്നിട്ടിട്ടും കേസിന്റെ വിചാരണ അവസാനിച്ചിട്ടില്ല. കൊലപാതകം നടന്ന സ്ഥലത്തു നിന്ന് കിട്ടിയ ബുള്ളറ്റ് കേസാണ് അന്വേഷണത്തിൽ വഴിത്തിരിവായത്. ബുള്ളറ്റ് കേസിന്റെ ഫോറൻസിക് പരിശോധനയിൽ 2015-ൽ കൊല്ലപ്പെട്ട പുരോഗമന സാഹിത്യകാരൻ MM കൽബുർഗിയുടെ കൊലപാതകത്തിലേക്കാണ് എത്തിച്ചത്. ഗൗരി ലങ്കേഷിന്റെയും കൽബുർഗിയുടെയും നെഞ്ചു തുളച്ചു കയറിയത് സമാനമായ തോക്കിൽ നിന്നുതിർന്ന വെടിയുണ്ടകളായിരുന്നു എന്നായിരുന്നു റിപ്പോർട്ടുകൾ. തീവ്ര ഹിന്ദുത്വ സംഘടനയായ സനാതന സനസ്തയുടെ പ്രവർത്തകരായിരുന്നു പ്രതികൾ. മതത്തെ സംരക്ഷിക്കാനായിരുന്നു കൊല നടത്തിയതെന്നാണ് ഗൗരിക്ക് നേരെ വെടിവെച്ച പരശുറാം വാക്കുമൂർ പറഞ്ഞത്.